ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ രൂപ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് മനോഹറിനോട് സംസാരിക്കുകയാണ്. മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്നാ മനു അമേരിക്കയിലേക്ക് പോകുന്നത്? അത് കേട്ടതും മനോഹർ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ ആ ചോദ്യം കേട്ടതും ഷാരിക്ക് ഒത്തിരി സന്തോഷമാവാണ്. ഷാരി പറയുന്നുണ്ട്, മിക്കവാറും ഉടനെ പോവും രൂപേ, അല്ലേ മോനെ? അപ്പോൾ സരയും പറയുന്നുണ്ട്, ഈ നാട് ഞങ്ങൾക്ക് മടുത്ത ആൻറ്റി. പിന്നെ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻറ്റിയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോഴും രൂപ മനോഹറിനോടാണ് സംസാരിക്കുന്നത്. അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയോ മനു? ആ, നടത്തിക്കൊണ്ടിരിക്കുക. മനോഹർ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. 1 വർഷത്തിന് മുകളിലായി മനു ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇനി തിരിച്ചു പോയില്ലെങ്കിൽ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു പോവും. അത് കേട്ടതും ഷാരി പറയാണ്, അയ്യോ, അങ്ങനെ പൊളിഞ്ഞു പോകുന്ന ബിസിനസ്സൊന്നും അല്ല മോൻ്റെ. അവിടെ മോൻ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്, അല്ലേ മോനെ? അപ്പോഴേക്കും മനോഹറും പറയുന്നുണ്ട്, ആ അതെ അതെ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് രൂപ. അപ്പം മനോഹർ രൂപയോട് പറയുന്നുണ്ട്, അവരിൽ പലരും ഇപ്പോൾ നാട്ടിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ. ശരി ശരി. അപ്പോഴേ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ചുറ്റിലും ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഇനിയിപ്പോൾ മോളും കുഞ്ഞും ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാം. അപ്പോൾ സരയു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല ആൻറ്റി ഉടനെ പോവുകയാണോ? ഇവിടെ ഇപ്പോൾ ഏട്ടത്തി മനു ഒക്കെ ഉണ്ടല്ലോ, രൂപ പറയാണ്. ഇനി ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ മോളെ? അപ്പോൾ ഷാരി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രൂപ പൊയ്ക്കോ, അവിടെ ആ കള്ളി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ആരും ഇല്ലെങ്കിൽ അവൾ പലതും അടിച്ചു മാറ്റിക്കളയും. പിന്നെ ചന്ദ്രസേനൻ എന്ന് പറയുന്നവനും അവിടെ കയറി നിരങ്ങുമല്ലേ. അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ വേണം. അപ്പോൾ രൂപ പറയാണ്, ശരി. അതിനുശേഷം ആ കുഞ്ഞിനെ നോക്കിയിട്ട് രൂപ ചിന്തിക്കുന്നുണ്ട്, നീ ഒരു ഭാഗ്യദോഷിയായ കുഞ്ഞാണല്ലോ മോളെ. അത്രയ്ക്ക് നന്ദിയില്ലാത്തവരായി പോയില്ലേ മോളെ നിനക്ക് ചുറ്റും, അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും. രൂപയുടെ മനസ്സിൽ ദേഷ്യം അങ്ങ് നുരഞ്ഞു പൊന്തുകയാണ്. അപ്പോൾ രൂപ കുഞ്ഞിനെ നോക്കുന്ന കണ്ടപ്പോൾ ഷാരി പറയുന്നുണ്ട്, നോക്കണ്ട, മനുമോനെ വാർത്ത് വെച്ചിരിക്കുക. അതെ അതെ. രൂപ കളിയാക്കും പോലെ പറഞ്ഞിട്ട് മനോഹരനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് ഷാരി സരയുവിനോട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കൊച്ചുമോനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കല്ലുമോനും സുന്ദരനാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ സരയു ദേഷ്യത്തോടെ പറയാണ്, കാശിന് കൊള്ളാത്തൊരു കൊച്ചാ. ആ കൊച്ചിൻ്റെ അമ്മയെ പോലെ തന്നെ ഓന്തിൻ്റെ മുഖ ആ കൊച്ചിന്. അപ്പോൾ ഷാരിയും പറയുന്നുണ്ട്, അത് ശരിയാ, അവക്ക് ഓന്തിൻ്റെ സ്വഭാവവും ആ കൊച്ചിന് ഓന്തിൻ്റെ മുഖവും, അതാണ് സത്യം. ഇതൊക്കെ കേൾക്കുകയാണെങ്കിലും മനോഹർ തിരിച്ചൊന്നും പ്രതികരിക്കാതെയാണ് നിൽക്കുന്നത്. പ്രകാശൻ രാഹുലിൻ്റെ വീട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല, രാഹുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രകാശൻ കയറി വരുന്നത്. പ്രകാശൻ വന്നതൊന്നും രാഹുൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാഹുലേ, പ്രകാശൻ വിളിക്കുന്നുണ്ട്. പ്രകാശിൻ്റെ വിളി കേട്ടതും രാഹുൽ പേടിച്ചരണ്ട പോലെയാണ് നോക്കുന്നത്. അപ്പോൾ പ്രകാശൻ അകത്തേക്ക് വന്നിട്ട് രാഹുലിനോട് ചോദിക്കുകയാണ്, ഇത് എന്തോന്നടേ, ഞാൻ രാഹുലേന്ന് വിളിച്ചപ്പോൾ നീ ഇങ്ങനെ എട്ടിത്തരിച്ചൊക്കെ നോക്കുന്നത്? അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, പേടിപ്പിക്കുന്ന രീതിയിലല്ലേ നീ വിളിച്ചത്? അയ്യോ, പേടിപ്പിക്കുന്ന രീതിയിലല്ലടാ, എൻ്റെ ടോൺ അങ്ങനെയാണ്. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താടാ ആരും ഇല്ലേ? ഇല്ല, എല്ലാവരും ഹോസ്പിറ്റലിലാ. അത് കേട്ടതും പ്രകാശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തു പറ്റി? നിന്നെപ്പോലെ വേറെ ആർക്കെങ്കിലും? ആരാ ആരാ ഹോസ്പിറ്റലിൽ? അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയാണ്, എൻ്റെ മോളാ, അവൾ പ്രസവിച്ചു. ആഹാ, നല്ല കാര്യമല്ലേ, പിന്നെ നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? കൊച്ച് എന്താണ്, ആൺകുഞ്ഞാ പെൺകൊച്ചാ? രാഹുൽ പറഞ്ഞത് കേട്ടപ്പം പ്രകാശൻ പറയുന്നുണ്ട്, ആ ചുമ്മാതല്ല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. വിഷമിക്കണം, വിഷമിച്ചേ പറ്റൂ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എടാ എനിക്ക് ആണായാലും പെണ്ണായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ ഇവിടെ അതൊന്നും അല്ല കാര്യം. എന്തു പറ്റിയടാ? പ്രകാശൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ സങ്കടമൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അതൊക്കെ പോട്ടെ. നിൻ്റെ മോളും ഭാര്യയൊക്കെ ഹോസ്പിറ്റലിലായിരിക്കും, അവർക്കൊരു പക്ഷേ കല്യാണത്തിന് വരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എൻ്റെ അളിയ, നീ തീർച്ചയായിട്ടും കല്യാണത്തിന് വന്നിരിക്കണം, നമുക്കൊന്ന് കൂടണം. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയാണ്, ഞാനങ്ങനെ കൂടാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. എടാ, ഞാനും അങ്ങനെ അടിക്കാറൊന്നുമില്ല. അറ്റാക്ക് 2 പ്രാവശ്യം വന്നതിന് ശേഷം മദ്യപാനവും ഇല്ല, ഒരു ദുശീലവും ഇല്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ 2 അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഓഫ് അങ്ങ് മാറും. നമ്മൾ പ്രത്യേക വൈബിൽ ഇങ്ങനെ നടക്കും, മനസ്സ് ഓക്കെ ആവൂടാ. അപ്പം രാഹുൽ ദേഷ്യത്തോടെ പറയാണ്, ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രകാശന് മനസ്സിലായി രാഹുൽ എന്തോ കട്ട സങ്കടത്തിലാന്നുള്ളത്. അപ്പം അയാൾ ചിന്തിക്കുന്നുണ്ട്, ഇവനെന്തോ മുടിഞ്ഞ വിഷമത്തിലാണല്ലോ എൻ്റെ ഈശ്വര. നമ്മൾ സന്തോഷത്തിൽ ആറാടുമ്പോൾ ഇവനൊക്കെ ദുഃഖത്തിൽ ആറാടുന്നു. പ്രകാശൻ വീണ്ടും പറയാണ്, എടാ രാഹുലെ, നിനക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. അപ്പോൾ രാഹുൽ അയാളെ തന്നെ നോക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എടാ അങ്ങനെ നോക്കണ്ട, എൻ്റെ കയ്യിലിപ്പോൾ ഇഷ്ടം പോലെ കാശാ. എടാ, ഞാൻ കാർത്തിക ഫുഡ്സിൻ്റെ എം ഡിയുടെ അമ്മയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ, LK കൺസ്ട്രക്ഷൻ്റെ MD ആയ വിക്രത്തിൻ്റെ അച്ഛനല്ലേ ഞാൻ.
എടാ കമ്പനിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് കൂട്ടി നോക്കിയാൽ 10 കോടിയോളം വരും. 10 കോടി. നിന്റെ കണ്ണ് മഞ്ഞളിക്കുന്ന ഈ 10 കോടിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 30% ഷെയർ എനിക്കും വിക്രത്തിനുള്ളതാ. അതുകൊണ്ട് സാമ്പത്തികമായി വല്ല ബുദ്ധിമുട്ടോ നിനക്ക് വന്നാൽ നീ എന്നെ വന്ന് കണ്ടാൽ മതി. പൈസ ഇഷ്ടം പോലെ ഞാൻ നിനക്ക് തരാം. പക്ഷെ രാഹുൽ അപ്പോഴും അസ്വസ്ഥനാണ്. അപ്പോൾ പ്രകാശം വീണ്ടും പറയുന്നുണ്ട്, അതുമാത്രമല്ല കാർത്തിക ഫുഡ്സിൻ്റെ MDയുടെ അമ്മയെ കല്യാണം കഴിക്കുന്ന ഞാൻ ആരായി? ഒരു ഓണറിനെ കല്യാണം കഴിക്കുന്ന പ്രകാശനായി. അപ്പോൾ ഞാൻ ഓണർ പ്രകാശനായി. എങ്ങനെയുണ്ട്? അപ്പോൾ രാഹുൽ പറയാണ്, നീ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നാ നീ ഭാഗ്യവാനാ പ്രകാശ. ഞാനും സരയൂ കൺസ്ട്രക്ഷൻസ് കെട്ടിപ്പൊക്കിയത് കുന്നോളം സ്വപ്നങ്ങൾ കണ്ടിട്ടാ. അതിപ്പോൾ നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എടാ രാഹുലേ, നിന്റെ നഷ്ടത്തിൽ നിന്നേക്കാളും ദുഃഖിക്കുന്നവനാ ഞാൻ. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ മുതലാളി നിന്റെ അയൽവക്കത്തുള്ള ആ പഴയ മിണ്ടാത്തവളാണെന്നുള്ളതാ. നീ ധൈര്യമായിട്ടിരിക്കടാ. നിന്റെ അനന്തരവനില്ലേ, ആ കിരണിൻ്റെ കമ്പനി ഞാൻ പൂട്ടിച്ചിരിക്കും. ചുമ്മാ പറയല്ല, LK കൺസ്ട്രക്ഷൻസിൻ്റെ വളർച്ച അങ്ങനെയാടാ. മുഴുവൻ വർക്കും ഇപ്പം ഞങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റവളില്ലേ, ആ കല്യാണി, അവൾക്ക് ഇൻറ്റീരിയർ വർക്ക് കിട്ടാൻ വേണ്ടി അവിടെ കിടന്ന് അഴുകുന്നുണ്ട്. അതാ എനിക്കൊരു വല്ലാത്ത ടെൻഷൻ. അപ്പോൾ രാഹുലും പറയുന്നുണ്ട്, ആർട്ട് വർക്കിൻ്റെ കാര്യത്തിൽ അവളിപ്പോൾ ഇൻ്റർനാഷണൽ ഫിഗർ അല്ലേ? എന്തോന്ന് ഫിഗർ? നല്ല മിടുക്കരായ ജോലിക്കാരെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കും. പ്രകാശനാ പറയുന്നത്. ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്നെ വിട്ടിട്ട് പോയ എൻ്റെ ആ ഭാര്യ, നിൻ്റെ അനന്തിരവൻ, എൻ്റെ മകളെന്ന് പറയുന്ന ആ മിണ്ടാത്തവൾ, എല്ലാത്തിനെയും ഒതുക്കി തീർക്കാനുള്ള പ്ലാൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് പ്രകാശൻ, എടാ നിനക്കതിന് ടെൻഷനൊന്നുമില്ലല്ലോ, നിൻ്റെ മരുമകൻ അമേരിക്കക്കാരനല്ലേ? രാഹുലിന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അയാളാകെ ഡിസ്റ്റർബ്ഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എടാ നിൻ്റെ മകളെയും കൊണ്ട് അവൻ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ നീയും അങ്ങ് കൂടെ പറക്കണം, സെറ്റിലാവണം. അപ്പോൾ രാഹുൽ പറയാണ്, തൽക്കാലം ഞാൻ പോകുന്നില്ല. അപ്പോൾ പ്രകാശൻ പറയാണ്, ഓ സോറി എടാ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് പുറത്തോട്ടേക്ക് പോകാൻ വിസ കിട്ടത്തില്ലല്ലോ അല്ലേ? അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയാണ്, എടാ ഇപ്പം ഈ വീട്ടിൽ തലയ്ക്ക് വെളിവുള്ളത് എനിക്ക് മാത്രമാ, അതറിയാവോ നിനക്ക്? കറക്റ്റാ. അപ്പോൾ പ്രകാശം മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇവന് മുഴുത്ത വട്ടാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അമ്മ ജോലിക്ക് നിന്നപ്പോഴേ അത് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അതൊക്കെ പോട്ടെ, എന്തായാലും കല്യാണത്തിൻ്റെ തലേന്നേ നീ വരണം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചില്ല് ചെയ്യാം. പ്രകാശം പറയുമ്പോൾ നോക്കാന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ശരി, നിൻ്റെ ഈ ടെൻഷനിടെ ഞാനിതൊക്കെ പറയുമ്പോൾ നിനക്ക് വിഷമാവും. അല്ല, നിൻ്റെ മോൾ ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നത്? സ്റ്റാർ ഹോസ്പിറ്റലിലാ? ശരി, പറ്റുമെങ്കിൽ പോകുന്ന വഴി ഞാൻ അവരെയും കൂടെ കണ്ടിട്ട് പോവാം. നീ ധൈര്യമായിട്ടിരിക്ക്, നോ ടെൻഷൻസ്, ചിൽ, ദൈവം നിന്നെ കാക്കും എന്നും പറഞ്ഞ് പ്രകാശൻ അവിടുന്ന് പോവാണ്. അതിന് പിന്നാലെ തന്നെ രാഹുൽ നേരെ രൂപയുടെ വീട്ടിലേക്ക് പോവാണ്. രൂപ അടുക്കളയിൽ നിന്ന് എന്തോ കറികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാമിനിയെ കാണാത്തത് കൊണ്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, അവളെവിടെ പോയി? അവളുടെ വീട് വരെ ഒന്ന് പോയി. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അവളെ പരമാവധി ഒഴിവാക്കുന്നത് നല്ലത്. ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചന്ദ്രസേനനും കിരണിനും കല്യാണിക്കൊക്കെ ചോർത്തി കൊടുക്കുന്നത് അവളാ. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്? അവളിവിടെ ജോലിക്ക് വെച്ചത് കിരണല്ലേ, അതിൻ്റെ നന്ദി അവൾ അവനോട് കാട്ടാതിരിക്കുമോ? അപ്പം രൂപ പറയുന്നുണ്ട്, ഇതുവരെ അവളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല, നല്ല ആത്മാർത്ഥതയോട് കൂടി അവൾ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സംസാരമൊന്നും അവൾ അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവൾ ചാരപ്പണി ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. രാഹുൽ പറഞ്ഞപ്പോൾ രൂപ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു സംശയവും ഇല്ല. അതൊക്കെ പോട്ടെ, നീ കുഞ്ഞിനെ കണ്ടോ? കണ്ടു, നല്ലൊരു കുഞ്ഞാ. എത്ര നല്ലതാണെങ്കിലും അതിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക. രാഹുൽ വെറുപ്പോടെ പറയാണ്, എന്നാലും ഞാൻ ഇല്ലാതാക്കാൻ പറഞ്ഞ കുഞ്ഞിനെ ഒരു കാരണവശാലും കൊല്ലരുതെന്ന് നിന്റെ മോനാണല്ലോ ഡോക്ടറോട് പറഞ്ഞത്. അവൻ എങ്ങനെയാണ് എൻ്റെ നീക്കം മനസ്സിലാക്കിയതെന്നാ മനസ്സിലാവാത്തത്. അത് ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം രൂപ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനാണോ അത് ചെയ്തത് എന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അവൻ കാര്യങ്ങൾ അപ്പപ്പോൾ അറിയുന്നുണ്ട്. അപ്പം രൂപ പറയുന്നുണ്ട്, മനോഹറിൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണമെന്ന് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് കിരണും കല്യാണിയുമാണ്. സരയുവിനോട് ദേഷ്യം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എന്തായാലും ആ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കും. അതിനു മുമ്പ് നീയും ഒഴിവാക്കണം അവനെ, ആ ചന്ദ്രസേനനെ. അപ്പോൾ ചന്ദ്രസേനൻ ആ വീട്ടിലുണ്ടായിരുന്നു. അയാൾ സ്റ്റെപ്പിറങ്ങി താഴെ വരുമ്പോഴാണ് ഇവരുടെ സംസാരം കേൾക്കുന്നത്. ചന്ദ്രസേനൻ മറഞ്ഞു നിന്ന് രാഹുലിൻ്റെ സംസാരം കേൾക്കുകയാണ്. അവൻ അമേരിക്കയിൽ നിന്നും മടങ്ങി വന്നതാ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തത്. നമ്മളിൽ നിന്ന് കിരണിനെയും സോണിയെയും ഒക്കെ അടർത്തി മാറ്റിയതും അവനാ. അവനിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ കരുത്തനാ. അതുകൊണ്ട് ചതിയിലൂടെ മാത്രമേ അവനെ വകവരുത്താൻ പറ്റൂ. അവൻ നിന്നെ സ്നേഹിക്കുന്നത് എന്നോടുള്ള ഒരുതരം പ്രതികാരം തീർക്കൽ മാത്രാ. ഞാനാണല്ലോ നിങ്ങളെ തമ്മിൽ വേർപിരിച്ചത്. അതുകൊണ്ടിപ്പോൾ നിന്റെ സ്നേഹം അവൻ ആസ്വദിക്കുക. റാസ്കൽ, മരിക്കുന്നതിന് മുമ്പ് അവൻ കുറച്ചുകാലം ആസ്വദിക്കട്ടെ. പക്ഷേ അവൻ അധികം ആയുസ് നീട്ടിക്കൊടുക്കരുത്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ രൂപ പറയാണ്, എന്നാൽ പിന്നെ ഏട്ടൻ പോയി അവിടെ ഇരിക്കും, ഞാൻ ഏട്ടന് ഭക്ഷണം ഒരുക്കി തരാം. ഏട്ടന് പ്രത്യേകിച്ച് എന്തെങ്കിലും കറികൾ വേണോ? അപ്പോൾ രാഹുൽ പറയാണ്, ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ ഭാര്യ ഇപ്പം എന്നോട് ചോദിക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണോന്ന്. അവൾ എന്താണോ വെച്ചുണ്ടാക്കുന്നത് അത് തിന്നേണ്ട ഗതികേടാണ് എനിക്കിപ്പോൾ. അപ്പോൾ രൂപ അറിയാത്ത പോലെ ചോദിക്കുകയാണ്, ഏട്ടനെ ഇത്രയും വെറുക്കാനുള്ള കാരണം എന്താ? ശരിക്കും വട്ട് അവൾക്കാ. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടതും അവളെയാ.
പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാ ഇപ്പോൾ അവിടെയുള്ളത്. ചന്ദ്രസേനനെ ഒഴിവാക്കുന്നത് പോലെ അവനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ നമ്മൾ ചിന്തിക്കാത്ത പലതും സംഭവിച്ചെന്നിരിക്കും. എന്നിട്ട് രാഹുൽ അവിടുന്ന് യാത്ര ചോദിച്ചു പോവുകയാണ്. രാഹുൽ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രസേന വേഗം മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിന് പിന്നാലെ വന്നിട്ട് രൂപ വേഗം വാതിലടക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേന ഇറങ്ങി താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? കേട്ടു. ഞാൻ ചന്ദ്രേട്ടനെ ചതിച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ സത്യം മനസ്സിലാക്കുന്ന അവൻ അപകടകാരിയാവും. പിന്നെ എന്നേക്കാളും കൂടുതൽ സൂക്ഷിക്കേണ്ടത് താനായിരിക്കും. കാലം ഒരുപാടായിട്ടും അവൻ്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവും അത്യാഗ്രഹവും ഒന്നും കാലഹരണപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെയുള്ളവന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരകം കിട്ടണം. കല്യാണിയും കിരണും താരയുടെ കൂടെയാണുള്ളത്. ആ സമയത്ത് താരയോട് കല്യാണി പറയുന്നുണ്ട്, ഇവിടെ വേറൊരാളെ കൂടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആരാന്നുള്ള കൗതുകത്തിൽ കല്യാണിയെ നോക്കി നിൽക്കുകയാണ് താര. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് കല്യാണി പറയുന്നത്, ആൻറ്റിയുടെ മോള് പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞാണ്. അത് കേട്ടതും സന്തോഷത്തോടെ താര ചോദിക്കുകയാണ്, എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ സരയു സമ്മതിക്കില്ല എന്നുള്ളതാണ് ആകെ ഒരു ഭയമുള്ള കാര്യം. മനോഹറിനെയും ഷാരിയെയും പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ കിരണ് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കല്യാണി നേരെ ഷാരിയെ വിളിച്ചിട്ട് സരയു ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സരയു ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഷാരി പറഞ്ഞത് പ്രകാരം താര അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. താര കുഞ്ഞിനെ കാണുന്ന സമയത്ത് ഷാരി തന്നെ കുഞ്ഞിനെ എടുത്ത് കയ്യിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് നേരം മകളെയും പേരക്കുഞ്ഞിനെയും നോക്കി താര കരയുകയും അതുപോലെ കുഞ്ഞിനെ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷാരി ഇടയ്ക്കിടയ്ക്ക് സരയുവിനെ നോക്കുകയാണ്. അവൾ എഴുന്നേറ്റിട്ട് കണ്ടാൽ ബഹളം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പുള്ള കാര്യമായതുകൊണ്ട്. പക്ഷേ സരയു നല്ല ഉറക്കത്തിലാണുള്ളത്. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും താര വരുന്നത് കാണഞ്ഞപ്പോൾ കിരൺ കല്യാണിയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മുറിയിലെത്തിയതിന് ശേഷം കല്യാണി താരയോട് പറയാണ്, വാ തിരിച്ചു പോവാം, കണ്ടല്ലോ രണ്ടുപേരെയും കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും ഷാരിയോട് പറയുന്നുണ്ട്, താര ആൻറ്റിക്ക് എപ്പോൾ കുഞ്ഞിനെ കാണണം തോന്നിയാൽ ഇതുപോലെ അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ. താരയും കൂട്ടി കല്യാണി പോയപ്പോഴാണ് ഷാരിക്ക് ശരിക്കും സമാധാനമായത്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷാരി വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇനി എപ്പോൾ ആൻറ്റിക്ക് കുഞ്ഞിനെ കാണണം തോന്നിയാലും ആ സമയത്ത് അതിനുള്ള സൗകര്യം ഒരുക്കണം. എൻ്റെ അവസ്ഥ അറിയാലോ മോനെ. ഷാരി സങ്കടത്തോടെ സംസാരിക്കുമ്പോഴേക്കും സരയുവിൻ്റെ ഉറക്കം ഞെട്ടി അവൾ എഴുന്നേൽക്കുകയാണ്. അവൾ എഴുന്നേറ്റപ്പോൾ തന്നെ കിരണിനെ കണ്ടതും അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ? ആ താരാൻ്റെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കാണാൻ വന്നപ്പോൾ നീ ഇവിടെ പ്രസവിച്ച് കിടക്കുകയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുഞ്ഞിനെയും നിന്നെയും ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി. അപ്പോൾ സരയു ദേഷ്യത്തോടെ പറയാണ്, നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ കാണുന്നേ? ഇവനെ എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് കയറ്റിയത്? അപ്പോൾ ഷാരി ആകെ ധർമ്മസങ്കടത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട് സരയുവിനോട്, കല്യാണിയെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഇവൻ നമ്മുടെ കുടുംബത്തിലെ അല്ലാതെ ആവില്ലല്ലോ മോളെ. കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അപ്പോൾ സരയു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഓഹോ ഇപ്പം അങ്ങനെയായോ? ഇവനൊക്കെ എൻ്റെ കുഞ്ഞിനെ കണ്ണു വെച്ചിട്ടേ പോവത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവൻ്റെ ഒന്നും കുഞ്ഞിനെ പോലെ അല്ലല്ലോ എൻ്റെ മോള്. ആരായാലും എൻ്റെ മോളെ ഒന്ന് നോക്കി നിന്നു പോവും. അപ്പോൾ പിന്നെ കിരൺ തമാശയാക്കുകയാണ്, അതെ നോക്കി നിന്നു പോവും. എന്ന് വെച്ചാൽ മനോഹറിൻ്റെ അതേ ചായ. അതെങ്കിലും സമ്മതിച്ചല്ലോ, സരയു ദേഷ്യത്തോടെ പറയാണ്. അപ്പോൾ കിരൺ കളിയാക്കുന്നുണ്ട്, അവനെ പോലെ ഒരു കുഞ്ഞു തന്നെയാണ് നിനക്ക് ജനിക്കേണ്ടത്. അപ്പോൾ സരയു ദേഷ്യത്തോടെ പറയാണ്, പിന്നെ എൻ്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞിനെ പോലെ വേറെ വല്ലവരുടെയും ചായയുമായിട്ട് ജനിക്കുമെന്ന് കരുതിയോ? അപ്പോൾ ഷാരി പറയുന്നുണ്ട്, മോൾ എന്തൊക്കെ ഈ പറയുന്നത്? അപ്പോൾ കിരൺ പറയാ, അവൾ പറയട്ടെ ആൻറ്റി, പറയാവുന്നിടത്തോളം അവൾ പറയട്ടെ. നീ ഈ പറയുന്നതൊക്കെ തിരിച്ചെടുക്കേണ്ട ഒരു ദിവസം വരും. അതിനി വലിയ താമസമൊന്നുമില്ല. കിരൺ പരിഹസിക്കുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെയും വെറുപ്പോടെയും കിരണിനെ നോക്കി നിൽക്കുകയാണ് സരയു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.